നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെ ആളൂർ പോലീസ് പിടികൂടി. ചാലക്കുടി നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. പാലപ്പിള്ളി കാരികുളത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ഭീതി പരത്തി. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഇതിന്റെ ഭാഗമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അരൂർ മൊഴിയിൽ റോഡ് ഉപരോധിച്ചിരുന്നു. ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയത്. KSRTC സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 ആദിവാസികൾ തിങ്കളാഴ്ച കൊല്ലപ്പെട്ടിരുന്നു. ശാസ്താംബുവം ഉന്നതിയിലെ സതീശനും വാഴച്ചാൽ ഉന്നതിയിലെ അംബികയുമാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ സെബാസ്റ്റ്യനെയും കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. കാട്ടാനയുടെ ആക്രമണം നിരന്തരമായതോടെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. റോഡ് ഉപരോധിച്ച സമരസമിതി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റീജേഷ്, സതീഷ് കുമാർ, ഡെന്നിസ് K ആന്റണി, BJP കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് ചെന്താമര, പഞ്ചായത്ത് പ്രസിഡന്റ് സിമൽ ഗോപി, പഞ്ചായത്ത് അംഗം സനീഷ ഷെമി, കോൺഗ്രസ് നേതാക്കളായ ദിലീക് ദിവാകരൻ, പഞ്ചായത്ത് അംഗം ജയചന്ദ്രൻ, ബിജു പറമ്പി, മുരളി ചക്കന്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെ ആളൂർ പോലീസ് പിടികൂടി. കോടാലി സ്വദേശി പുത്തൻ വീട്ടിൽ 28 വയസ്സുള്ള ഗോപാൽ എന്നയാളെയാണ് ആളൂർ SI M അഫ്സലും സംഘവും പിടികൂടിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടുമുറ്റത്ത് കുട്ടികൾ കളിക്കുന്നിടത്തേക്ക് വന്ന് ഇവിടെ മുതിർന്നവർ ആരുമില്ലേ, ഒരു വാടക വീട് അന്വേഷിച്ചു വന്നതാണെന്ന് പരിചയപ്പെടുത്തിയ ആൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞ ഉടനെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. സംഭവശേഷം പല ഉൾവഴികളിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെട്ട ഇയാളെ ഞായറാഴ്ച രാത്രി കോടാലി 3 മുറിയിൽ നിന്നാണ് പിടികൂടിയത്. ഇയാൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ഗോപാലിനെ റിമാൻഡ് ചെയ്തു. പോക്സോ വകുപ്പ് ഉൾപ്പെടെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ASI VM മിനിമോൾ, സീനിയർ CPO ES ജീവൻ, CPO KS ഉമേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തി 500ഓളം അഗതികളുടെയും വിധവകളുടെയും സാമൂഹ്യ പെൻഷൻ നഷ്ടപ്പെടുത്തിയ ചാലക്കുടി നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ടൗൺ ചുറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് അധ്യക്ഷത വഹിച്ചു. TP ജോണി, VJ ജോജി, ബിജി സദാനന്ദൻ, VI പോൾ തുടങ്ങിയവർ സംസാരിച്ചു. KI അജിതൻ, അനിൽ കദളിക്കാടൻ, ബിന്ദു ശശികുമാർ, ഉഷ പരമേശ്വരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. നഗരസഭയിൽ വിധവ അവിവാഹിത പെൻഷൻ ലഭിക്കുന്ന 500ഓളം ഗുണഭോക്താക്കൾക്കാണ് നഗരസഭയുടെ അനാസ്ഥ മൂലം പെൻഷൻ മുടങ്ങിയത്. മസ്റ്ററിങ്ങിന് ആവശ്യമായ മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടും അത് സമയബന്ധിതമായി അപ്ലോഡ് ചെയ്യുന്നതിൽ നഗരസഭ വീഴ്ച വരുത്തി. അതാണ് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് സമരക്കാർ ആരോപിച്ചു.
വിധവകളുമായിട്ടുള്ള 400 പേരുടെ സർക്കാർ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഈ വിഷുവിന് മുമ്പായി ലഭിച്ചില്ല എന്ന സാഹചര്യമാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടാൻ ഇടയായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 400 പേരുടെ പെൻഷൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട നിയമപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് അഗതികളും വിധവകളുമായിട്ടുള്ള 400 പേരുടെ പെൻഷൻ നഷ്ടപ്പെടാനിടയായത്. നമുക്കറിയാം സാമൂഹ്യക്ഷേമ പെൻഷൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത്, അതിന്റെ നടപടിക്രമങ്ങൾ. പാലപ്പിള്ളി കാരികുളത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ഭീതി പരത്തി. ചൊക്കന റോഡിൽ കാരികുളം ഡിസ്പെൻസറിക്ക് സമീപത്തെ തെങ്ങിൻ തോട്ടത്തിലാണ് ആന ഇറങ്ങിയത്. റോഡിനോട് ചേർന്നുള്ള പറമ്പിൽ മണിക്കൂറുകളോളമാണ് ആന നിലയുറപ്പിച്ചത്. വാഹനയാത്രക്കാർക്ക് നേരെ ആന പാഞ്ഞെടുക്കുമോ എന്ന ഭീതിയും നാട്ടുകാർക്കുണ്ടായി. വനപാലകരും നാട്ടുകാരും ചേർന്ന് വൈകിട്ടോടെയാണ് ആനയെ കാടുകയറ്റിയത്. ജനവാസ മേഖലയിൽ മാസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വേനൽ കടുത്തതോടെ നാട്ടിലിറങ്ങുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വനവാസികളെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി DFO ഓഫീസ് മാർച്ച് നടത്തി. യോഗങ്ങളും പ്രഖ്യാപനങ്ങളുമല്ലാതെ ആദിവാസി സമൂഹത്തിന് ഒന്നും ലഭിക്കുന്നില്ലെന്നും കേരളത്തിലെ ഇരുമുന്നണികളും ആദിവാസി സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നും കേരളത്തിലെ വനവാസി സമൂഹം നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. DFO ഓഫീസ് ധർണ സംസ്ഥാന കൗൺസിൽ അംഗം KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് VC സിജു, മുൻ മണ്ഡലം പ്രസിഡന്റ് സജീവ് കുമാർ പള്ളത്ത്, കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് ചന്താമര തുടങ്ങിയവർ പ്രസംഗിച്ചു. സൗത്ത് ജംഗ്ഷനിലെ BJP മണ്ഡലം ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് KP ജോർജ്, CP സെബാസ്റ്റ്യൻ, ഗിരീഷ് കോടശ്ശേരി, രാജേഷ് പിഷാരിക്കൽ, KU ദിനേശൻ, MS കുമാർ, VK മുരളി, PT ജോസ് എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് DFO ഓഫീസിന് സമീപത്ത് വെച്ച് ചാലക്കുടി SHO MK സജീവ്, കൊരട്ടി SHO O അമൃതരംഗൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം BJP പ്രവർത്തകരെ തടഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകളുമായി BJP എത്തും. കാരണം ഈ വിഷയം കൃത്യമായി ലോകസഭയിൽ അവതരിപ്പിക്കാൻ ചാലക്കുടിയുടെ MP ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ DFO ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ആളാപരണ ശ്രമമാണ്. ഞങ്ങൾ മിണ്ടാതിരുന്നത് വെറുതെയല്ല, അവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കേണ്ട എന്ന് കരുതി തന്നെയാണ്. അല്ലെങ്കിൽ MP ഒക്കെ പ്രതിരോധിക്കുവാനും MP ഒക്കെ കൈകാര്യം ചെയ്യുവാനും ശേഷിയുള്ള പ്രവർത്തകരും പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതും MP ഓർക്കണമെന്നാണ്. പിന്നെ CPM-ന് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത്ര വലിയ പ്രശ്നം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പെൻഷന് വേണ്ടി സമരം ചെയ്യുകയാണ്. വിഷുവിന് വേറിട്ട രീതിയിൽ കണിയൊരുക്കി ഒരു കുടുംബം. നെല്ലായി പന്തലൂർ സ്വദേശി നടപ്പറമ്പിൽ വീട്ടിൽ ശിവരാമനും കുടുംബവുമാണ് കിണറിന് മുകളിൽ വിഷുക്കണിയൊരുക്കി ശ്രദ്ധേയമായത്. പന്തലൂർ സ്കൂളിന് സമീപമുള്ള വീടിന് മുൻവശത്തുള്ള കിണറിന് മുകളിലാണ് വിഷുക്കണി ഒരുക്കിയത്. ഏകദേശം 2.5 മീറ്റർ വ്യാസമുള്ള കിണറിന്റെ സംരക്ഷണ ഭിത്തി ഉരുളിയുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിണറിന് മുകളിൽ സ്ഥാപിച്ച ഗ്രില്ലിന് മുകളിൽ ഷീറ്റ് വിരിച്ച് മാമ്പഴം, ചക്ക, വിവിധ വാഴപ്പഴം, ആപ്പിൾ, ഓറഞ്ച്, മാതളനാരങ്ങ തുടങ്ങി ഫലങ്ങളും കുമ്പളം, മത്തൻ, വെണ്ടക്കായ, വഴുതിന, കായ, കണിവെള്ളരി തുടങ്ങിയ പച്ചക്കറികൾ എന്നിവ ഉരുളിയുടെ മാതൃകയിൽ നിറച്ചും ഓടക്കുഴൽ ഏന്തിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം സ്ഥാപിച്ചും ചുറ്റിനും ചിരാതിൽ ദീപം തെളിയിച്ചുമാണ് വിഷുക്കണി ദർശനത്തിനായി ഒരുക്കിയത്. ശിവരാമനെ കൂടാതെ ഭാര്യ കോമളവല്ലിയും മകൻ സജിത്തും മരുമകൾ സ്വാതിയും ചെറുമക്കളും ചേർന്ന് ഏകദേശം 5 മണിക്കൂറോളം എടുത്താണ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന വിഷുക്കണി ദർശനത്തിനായി ഒരുക്കിയത്. കിണറിന് മുകളിൽ ഒരുക്കിയ വിഷുക്കണി കാണാൻ നിരവധി പേരാണ് എത്തിയത്. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചെങ്ങന്നൂർ സ്വദേശി വിജിലൻ, യാത്രക്കാരനായ ചെങ്ങന്നൂർ ഒല്ലൂക്കാരൻ വീട്ടിൽ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 അപകടം. ചെങ്ങന്നൂർ ഭാഗത്തുനിന്ന് വന്ന ഓട്ടോ യു-ടേൺ തിരിയുന്നതിനിടെ
പുറകിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിലേക്ക് കയറിയ ഓട്ടോ റോഡിലേക്ക് മറിയുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് ചോർന്ന ഇന്ധനം ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് 2.0യുടെ ഘടക പദ്ധതിയുടെ ഭാഗമായി നഗരസഭയ്ക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. കേന്ദ്ര സർക്കാരിന് വേണ്ടി സർവേ ഓഫ് ഇന്ത്യയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായ ഡ്രോൺ സർവേയുടെ ചുമതല. ഇവർക്കു വേണ്ടി സബ്ട്രിഷി എന്ന സ്ഥാപനമാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. രാജ്യത്തെ 50,000-ലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളെയാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 75 ലക്ഷം രൂപ ചാലക്കുടി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി അനുവദിച്ചിട്ടുണ്ട്. ഡ്രോൺ സർവേക്ക് ശേഷം ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗമാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. വിവിധ നടപടിക്രമങ്ങൾക്ക് ശേഷം അന്തിമ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്യുമ്പോൾ നഗരസഭയുടെ നിലവിലുള്ള മാസ്റ്റർ പ്ലാൻ ഇല്ലാതാകും. നഗരസഭയ്ക്ക് ആദ്യമായി സമ്പൂർണ്ണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വിജ്ഞാപനം ചെയ്തത് 2022-ലാണ്. 2012-ലാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാനിലെ പല ഡാറ്റകളും 10 വർഷം മുൻപത്തെയാണ്. പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുമ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ ഡാറ്റകളെല്ലാം ഉൾപ്പെടുത്തി പുതുക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാനിലെ വിട്ടുപോയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനും സാധിക്കും. നിലവിലെ റോഡ്, തോട്, വീടുകൾ, മറ്റ് കെട്ടിടങ്ങൾ തുടങ്ങി എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ജിയോ ഡാറ്റ ബേസ് നഗരസഭയ്ക്ക് ലഭിക്കും. നഗരസഭാ വികസന പ്രവർത്തനങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായ പദ്ധതികൾ തയ്യാറാക്കുന്നതിനും ഇത് ഉപകരിക്കും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ മനോജ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഡ്രോൺ സർവേ 1 മാസം കൊണ്ട് പൂർത്തിയാക്കും. സർവേ നടത്തുന്ന വിവരം പോലീസിനെയും സമീപ പഞ്ചായത്തുകളെയും പൊതുജനങ്ങളെയും അറിയിക്കും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം ചെയർമാൻ ഷിബു ബാലപ്പൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു എസ് ചെറിയത്ത്, പ്രീതി ബാബു, ദീപു ദിനേശ്, എം അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, ആലിസ് ഷിബു, വാർഡ് കൗൺസിലർ റോസി ലാസർ, സെക്രട്ടറി K പ്രമോദ്, സൂപ്രണ്ട് ദിലേഷ് പൊന്നമ്പി എന്നിവർ പ്രസംഗിച്ചു. അമൃത് 2.0 പദ്ധതിയുടെ ഉപപദ്ധതിയായി പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിലവിൽ ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ടുള്ള ഒരു ഡ്രോൺ സർവേ ആണ് ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം 2 വർഷമായിട്ടുള്ളൂ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,815 രൂപ, പവന് 70,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെ ആളൂർ പോലീസ് പിടികൂടി.
ചാലക്കുടി നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. പാലപ്പിള്ളി കാരിക്കുളത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ഭീതി പരത്തി. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.